സ്നേഹമുള്ളവരെ, ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ഇങ്ങനെയൊരു പേരിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്? സ്നേഹമുള്ളവരെ, പഴയ നിയമ കാലഘട്ടത്തിൽ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവജനം കുഞ്ഞാടുകളെ ബലിയായി അർപ്പിച്ചിരുന്നു. ദേവാലയത്തിലെ പാപപരിഹാര ബലികളിലൊക്കെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് അത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി ദൈവകുഞ്ഞാട് ബലിയർപ്പിക്കുകയാണ്, സ്വയം ബലിയായി തീരുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു ഒരു കുഞ്ഞാടിനെ പോലെ ബലിയർപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു അഭിസംബോധനം, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന അഭിസംബോധനം നമ്മൾ ക്രിസ്തുവിന് നൽകുന്നത്. രണ്ടാമതായിട്ട് കുഞ്ഞാട് അല്ലെങ്കിൽ ആട് എന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. ഇവിടെ യേശുവിനെ കുഞ്ഞാട് എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വീണ്ടും ഏറ്റുപറയുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയർപ്പിക്കുവാൻ, പരിഹാരമായി തീരുവാൻ, വിശുദ്ധിയുടെ നിറകുടമായി, വിശുദ്ധിയുടെ പ്രതീകങ്ങളായിട്ട് മാറുവാൻ നമുക്ക് നിയോഗമുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.